ഹായ് ഹലോ നമസ്കാരം. നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി യാതൊരുവിധ ബ്രോക്കർ ഫീസും ഇല്ലാതെ ഈ ചാനലിലൂടെ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിഷയമാണെന്ന് എനിക്ക് ഉറപ്പാണ്. വീടിന് മതിൽ കെട്ടുമ്പോൾ പെർമിറ്റ് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ മതിൽ കെട്ടുമ്പോൾ നമ്മൾ കൃത്യമായി ഉയരം പാലിക്കേണ്ടതുണ്ടോ? ആരാണ് പെർമിറ്റ് ആവശ്യമാണെങ്കിൽ ഈ പെർമിറ്റ് നൽകുന്നത്? ഇത്തരം വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഫർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മതിൽ കെട്ടുമ്പോൾ പെർമിറ്റ് ആവശ്യമാണോ? ആദ്യം തന്നെ പറയാം, മതിൽ കെട്ടുമ്പോൾ പെർമിറ്റ് ആവശ്യമാണ്. നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട് ഉൾപ്പെടുന്ന നമ്മുടെ നാട് ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ ഈ പെർമിറ്റ് വാങ്ങേണ്ടത്. പെർമിറ്റ് ഇല്ലാതെ കെട്ടുന്ന മതിലുകൾ അനധികൃത പ്രവർത്തനമായാണ് കണക്കാക്കുന്നത്. മതിൽ കെട്ടാൻ പെർമിറ്റ് വേണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതായത് 2011 കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ ചട്ടം 87 പ്രകാരമാണ് പെർമിറ്റ് ഇല്ലാതെ കെട്ടുന്ന മതിലുകൾ അനധികൃത പ്രവർത്തനങ്ങളായി കണ്ട് ഇത്തരം പെർമിറ്റ് ഇല്ലാതെ കെട്ടുന്ന മതിലുകൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നാണ് ഇത്തരം പെർമിറ്റുകൾ നമുക്ക് നൽകുന്നത്. പഞ്ചായത്ത് റോഡുകൾ, അതുപോലെ തന്നെ വഴിയോരങ്ങൾ ഇവയ്ക്കൊക്കെ ചേർന്ന് കിടക്കുമ്പോൾ, അതായത് ഈ മതിലുകൾ ഇവയുടെ മതിലുകളുടെ ഏതെങ്കിലും ഒരു ഭാഗം ഇവയുമായി കണക്ട് ചെയ്യുകയാണെങ്കിലാണ് ഇത്തരം പെർമിറ്റുകൾ അനിവാര്യമായി വരുന്നത്. അതുപോലെ തന്നെ വഴിയോരങ്ങൾ, പഞ്ചായത്ത് റോഡുകൾ, ചാലുകൾ, തണ്ണീർത്തടങ്ങൾ, അതുപോലെ പുഴയ്ക്ക് മീതെയുള്ള പാലങ്ങൾ ഇവയൊക്കെ സമീപത്തുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങൾ ചില സ്വകാര്യ വ്യക്തികളെ കൈയെടുക്കാറുണ്ട്. അപ്പോൾ അത്തരം കൈയടക്കങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം കൈയടക്കക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഇങ്ങനൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. മതിൽ കെട്ടുമ്പോൾ പെർമിറ്റ് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ മനസ്സിലായി കാണും, നമ്മുടെ വീട്ടിൽ മതിൽ കെട്ടുന്ന സമയത്ത് അയൽക്കാരുടെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയൽക്കാരോട് ചേർന്ന് മതിൽ കെട്ടുമ്പോൾ നമുക്ക് പെർമിറ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ പോകുന്ന വഴിയോരങ്ങളിൽ മതിൽ കെട്ടുമ്പോൾ നമുക്ക് പെർമിറ്റ് ആവശ്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. മറ്റുള്ളവരുടെ വഴി തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പെർമിറ്റ് ഇല്ലാതെ മതിൽ കെട്ടുന്നതെന്നാണ് അങ്ങനെ നമ്മൾ പെർമിറ്റ് ഇല്ലാതെ മതിൽ കെട്ടിയാൽ അനുമാനിക്കപ്പെടുന്നത്. അതായത് നമ്മൾ പെർമിറ്റ് ഇല്ലാതെ മതിൽ കെട്ടുകയാണെങ്കിൽ ഇങ്ങനൊരു മതിൽ കേസുകളോ മറ്റും അതിർത്തി കേസുകളൊക്കെ കോടതികളിൽ വരുമ്പോൾ ആദ്യം കോടതി ചെക്ക് ചെയ്യുക, പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഇതിന് പെർമിറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഇല്ലാന്നാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കോടതി എത്തുന്ന പ്രിസംഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ, അത് സർക്കാരിൻ്റെ ആയിക്കോട്ടെ മറ്റാരുടെ ആയിക്കോട്ടെ, അത് അപഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ആണ് നമ്മൾ ഇത്തരത്തിലൊരു മതിൽ കെട്ടിയതെന്നുള്ള ഒരു പ്രിസംഷനിൽ ആദ്യം തന്നെ നമ്മുടെ കോടതി എത്തിച്ചേരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെർമിറ്റ് വാങ്ങാതിരുന്നത് അതുകൊണ്ടെന്നാണെന്ന് അവർ കരുതുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ പെർമിറ്റോട് കെട്ടിയതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ നമുക്ക് അനുകൂലമായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കപ്പെടും. കാരണം എന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ അനുമതി കിട്ടിയ ഒരു മതിലാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. നമ്മൾ കരുതും മതിൽ കെട്ടുമ്പോൾ, പുതുതായിട്ട് മതിൽ കെട്ടുമ്പോഴാണോ ഇങ്ങനെയൊന്നും വേണ്ടത്, അല്ല എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സമീപത്ത് ഒരു മതിൽ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു, അത് വീണ്ടും പുതുക്കി പണിയുന്നതാണ്, അപ്പോൾ പെർമിറ്റ് ആവശ്യമുണ്ടോ? കൺസ്ട്രക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൺസ്ട്രക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ പുതുക്കുന്നതായാലും നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നതായാലും ഈ ഒരു പെർമിറ്റ് അനിവാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മതിൽ കെട്ടുമ്പോൾ പെർമിറ്റ് ആവശ്യമാണെന്ന്. പെർമിറ്റ് ഇല്ലാതെ കെട്ടുന്ന മതിലുകൾക്ക് അതൊരു അനധികൃത പ്രവർത്തനമായി കണ്ട് ശിക്ഷാ നടപടികൾ കെട്ടുന്നവർക്കെതിരെ ഉണ്ടാകുന്നതാണെന്ന്. അപ്പോൾ ശിക്ഷ എന്ന് പറയുമ്പോൾ ചെറിയ ശിക്ഷയൊന്നുമല്ല, 5 വർഷം വരെ ഇംപ്രിസൺമെന്റ് വരെ കിട്ടുന്ന ഒരു ശിക്ഷയാണ്. കൂടാതെ 5 വർഷം നമ്മൾ ജയിൽവാസം കിട്ടുന്ന മാത്രമല്ല, 2 ലക്ഷത്തോളം രൂപ നമുക്ക് എന്ത് ചെയ്യും, പിഴയായി നമുക്ക് ഈടാക്കേണ്ടി വരും.
ഇനി ആ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ എന്താണ് നദീതീരത്തിനടുത്തുള്ള സ്ഥലങ്ങൾ, അതുപോലെ എന്താണ് വഴിയോരത്തിനടുത്തുള്ള സ്ഥലങ്ങൾ, പിന്നെ പൊതു ആവശ്യത്തിന് വേണ്ടി ചില സ്വകാര്യ വ്യക്തികൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ, വിട്ടു നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ എന്താണ് കുളം, തോട്, ഡ്രെയിനേജ് ചാലുകൾ, ഇവയ്ക്കൊക്കെ അടുത്ത് സമീപത്തുള്ള സ്ഥലങ്ങൾ കയ്യേറിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, അവരുടേതാക്കി മാറ്റാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്തരക്കാരെയാണ് ഈ ഒരു നിയമം അല്ലെങ്കിൽ ഇത്തരം ഒരു ചട്ടം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവരിങ്ങനെ ചെയ്താലാണ് ഞാൻ പറഞ്ഞതുപോലെ 5 വർഷം തടവും, അതായത് ഇതുപോലെ പെർമിറ്റ് ഇല്ലാതെ ഈ സ്ഥലങ്ങളിലൊക്കെ മതിൽ കെട്ടിയാൽ എന്താണ് 5 വർഷം തടവും 2 ലക്ഷം രൂപ വരെ പിഴയുമുണ്ട്. ഇനി ഇത്തരം സ്ഥലങ്ങൾ തൻ്റെ സ്ഥലത്തോട് ചേർത്ത് ഇത് തൻ്റേതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖ, അതായത് തൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞ ഒരു രേഖ ഉണ്ടാക്കിയാൽ ഈ 5 വർഷം എന്നുള്ള തടവ്, അതായത് ഇംപ്രിസ്മെന്റ് 7 വർഷം വരെ ആവും. അപ്പോൾ വലിയ ശിക്ഷ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് നമുക്ക് ഇതിനുള്ള പെർമിറ്റ് നൽകുന്നത്. അത് പഞ്ചായത്ത് വഴിയാണ് നമുക്ക് ഇത്തരം പെർമിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നടപടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ബി ഫോറം നോട്ടീസ് തരും. അതിനുശേഷം സി ഫോറം നോട്ടീസ് തന്ന് പൊളിക്കാനുള്ള നടപടികൾ തുടങ്ങും. ഈ ബി ഫോറം നോട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം നമ്മുടെ പഞ്ചായത്ത് നൽകുന്നു എന്നതാണ് ഈ ബി ഫോറം നോട്ടീസ് എന്ന് പറയുന്നത്. അതിനുശേഷം സി ഫോറം നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പൊളിക്കൽ നടപടികൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ പൊളിക്കുന്ന സമയത്ത് ആവശ്യമായ ചെലവുകളും മറ്റും എത്രയാണോ അതിന് വേണ്ടത് അത് നമ്മളിൽ നിന്നോ, അതായത് ഈ മതിൽ കെട്ടിയവരിൽ നിന്നോ അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളിൽ നിന്നോ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഈടാക്കുന്നതാണ്. ഇതിനെ റവന്യൂ റിക്കവറി എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, മതിൽ കെട്ടിയാൽ, പെർമിറ്റ് ഇല്ലാതെ മതിൽ കെട്ടിയാൽ നടത്തുന്ന നടപടികൾ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ഫോറം നോട്ടീസ്. ഞാൻ പറഞ്ഞു നമുക്ക് പറയാനുള്ളത്, മതിൽ കെട്ടിയവർക്ക് പറയാനുള്ള ഒരു അവസരം, അവർക്ക് എന്തെങ്കിലും ന്യായമോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അവസരമാണ് ഈ ബി ഫോറം നോട്ടീസ്. അത് ഇഷ്യൂ ചെയ്യാതെയാണ് സി ഫോറം നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, മതിൽ പൊളിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ സ്റ്റാറ്റ്യൂട്ടറി ഇഷ്യൂ ചെയ്യാവുന്നതാണ്, അങ്ങനെ ഒരു ആക്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പക്ഷെ എന്നാലും എന്താണ്, വീണ്ടും ബി ഫോറം നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പൊളിക്കൽ നടപടികൾ തുടരുക തന്നെ ചെയ്യും. അല്ലാതെ അത് നിർത്തിവെക്കാൻ നമുക്കൊരിക്കലും സാധിക്കുന്നതല്ല. ഈ ഒരു നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൊതുസ്ഥലങ്ങള്, വഴിയോരങ്ങള്, ഇതുപോലെയുള്ള ഒഴിഞ്ഞ കളിസ്ഥലങ്ങൾ, മൈതാനങ്ങൾ, ഇവയുടെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതെ ഇതുപോലെ കൈയടക്കി വെക്കുന്ന സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ മതിൽ കെട്ടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വഴികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം മതിൽ കെട്ടുകളോ കണ്ടിട്ട് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി മിണ്ടാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻസ് ഒന്നും എടുക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എന്താണ്, ഇതൊക്കെ കണ്ട് എനിക്കിതൊന്നും വലിയ വിഷയമല്ല, എന്തെങ്കിലും ആവട്ടെ എന്നൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രവർത്തനം, ഇതിനോടനുബന്ധിച്ച് എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തതാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട്, കാരണം അവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം അവർ ചെയ്തതാണെന്നുള്ള വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെതിരെയുള്ള നടപടികൾ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയാണ് നടക്കുക. അപ്പോൾ ആ ഒറ്റ ഒരു ഇതിൽ നിന്ന് തന്നെ, ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പെർമിറ്റിന്റെ അനിവാര്യത എത്രത്തോളം ആണെന്ന് മനസ്സിലായി കാണും. കാരണം എന്ന് വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി ഇതൊക്കെ കണ്ട് മിണ്ടാതിരുന്നാൽ എല്ലാം ചെയ്തത് പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് നമുക്ക് അനുമാനിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ സർക്കാർ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു നിലപാടിൽ, സർക്കാരിന്റെ നിലപാടിൽ നിന്ന് തന്നെ എന്ത് നമുക്ക് മനസ്സിലാവും, പെർമിറ്റ് ഇല്ലാതെ മതിൽ കെട്ടുന്നത് വല്ലാതെ കുറ്റം ചെയ്യുന്ന ഒന്ന് തന്നെ, അതായത് വല്ലാതെ ശിക്ഷ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങൾ, ഡ്രെയിനേജ് പോകുന്ന ചാലുകൾ, അതിനോട് സമീപത്തുള്ള സ്ഥലങ്ങൾ, മൈതാനങ്ങൾ, കളിസ്ഥലങ്ങൾക്ക് സമീപമുള്ള സ്ഥലങ്ങൾ, അതുപോലെ എന്താണ് തോടുകൾക്ക് സമീപമുള്ള, ഇതൊക്കെ കാത്തു സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടത് തന്നെയാണെന്നാണ് സർക്കാർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനധികൃത പ്രവർത്തനം, മതിൽ കെട്ടി അനധികൃത പ്രവർത്തനം നടത്തുന്നത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന സെക്രട്ടറിക്കെതിരെ ഈ കുറ്റങ്ങളൊക്കെ സെക്രട്ടറി ചെയ്തതാണെന്ന് ആരോപിച്ചുകൊണ്ട് ശിക്ഷാ നടപടികൾ നടത്താൻ വരെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത്രയും സീരിയസ്നെസ് ഈ ഒരു കാര്യത്തിൽ, പെർമിറ്റ് എടുക്കുന്ന കാര്യത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമായി ആരും കണക്കാക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്ന് തീർച്ചയുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫർമേഷൻ